Good morning dear students. Welcome to another session of online class. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷേ പ്രാക്ടിക്കലി അതൊരു ഫിക്സഡ് അസറ്റിൻ്റെ ഗുണമാണ് ബിസിനസ്സിന് നൽകുന്നത്. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നമുക്കതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകളൊക്കെ കാണാം അല്ലേ. അതിന് വലിയ എമൗണ്ടുകളും ആ അഡ്വർടൈസ്മെൻറ്റ് ബോർഡിനൊക്കെ വരാം. ഒന്ന്, ആ ബോർഡ് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് എക്സ്പെൻസ് വരും. പിന്നെ അതിൻ്റെ റെൻറ്റ്, ആ ബോർഡ് അവിടെ നിൽക്കുന്നതിനുള്ള റെൻറ്റ്, വലിയ റെൻറ്റുകൾ വരും. പ്രത്യേകിച്ച് സിറ്റിയിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിയ ബോർഡുകൾ ഉണ്ടായിരിക്കും. അത് ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള ബോർഡുകളായിരിക്കാം, അല്ലാത്തതുണ്ടായിരിക്കാം. എന്തായാലും ഇതിന് ചിലപ്പോൾ ഒരു 5 lakhs 10 lakhs ഒക്കെ എക്സ്പെൻസ് ചെറിയ ബോർഡുകൾക്കൊക്കെ വരാം. അപ്പോൾ ഇത്തരം എക്സ്പെൻസ് 5 lakh 10 lakh ഉള്ള എക്സ്പെൻസ് സാധാരണ അഡ്വർടൈസ്മെൻറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ എക്സ്പെൻസാണ്. പക്ഷേ ഈ ബോർഡിന് നമുക്കൊരു 5 years ഒക്കെ ലൈഫ് ഉണ്ടാകാം. 5 വർഷത്തേക്കായിരിക്കും കോൺട്രാക്റ്റ്. അപ്പോൾ നമുക്കറിയാം അഡ്വർടൈസ്മെൻ്റ് ഒരു റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ ഈ അഡ്വർടൈസ്മെൻറ്റ് ബോർഡിൻ്റെ ബെനിഫിറ്റ് നമുക്ക് 5 വർഷത്തേക്ക് കിട്ടും. അപ്പോൾ ഇത്തരം എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇത്തരം എക്സ്പെൻസസിനെയാണ് നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എത്രയും എക്സ്പെൻസ് ആവാം. നമുക്ക് റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസ് വരികയും അതിൻ്റെ ബെനിഫിറ്റ് ഒന്നിലധികം വർഷങ്ങളിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ് റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറിനെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ്. ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ഒന്നിലധികം വർഷങ്ങളിലേക്ക് കിട്ടുന്നത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യുന്നു, ഈ എക്സ്പെൻസ് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതും അത്രയും കാലയളവ് എടുത്തിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് റെക്കോർഡ് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം നമുക്ക്. അഡ്വർടൈസ്മെൻറ്റ് ബോർഡിന് 5 ലക്ഷം രൂപ ചിലവ് വരുന്നു. 5 വർഷത്തേക്ക് അതിൻ്റെ ബെനിഫിറ്റ്, 5 വർഷത്തേക്കാണ് കോൺട്രാക്റ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ 5 ലക്ഷത്തിന് അതിൻ്റെ ലൈഫ് പീരീഡ് കൊണ്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ് പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 ലക്ഷത്തിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 1 lakh rupees ആണ് വരുന്നത്. ഈ 1 lakh ആണ് നമ്മൾ ആദ്യത്തെ വർഷം എന്ത് ചെയ്യുന്ന എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് ബോർഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് 1 lakh കാണിക്കുന്നു. ദെൻ ബാക്കിയുള്ള 4 ലക്ഷം രൂപ എവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അസറ്റ് സൈഡിലെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള 4 ലക്ഷം രൂപ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അടുത്ത വർഷം വീണ്ടും 1 ലക്ഷം രൂപ റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഇങ്ങനെ 5ാമത്തെ വർഷം കൊണ്ടാണ് ആ എക്സ്പെൻസ് മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ ജേണൽ എൻട്രി എന്തൊക്കെയാണ് വരേണ്ടതെന്നുള്ളത് വരുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ, ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സാമ്പിൾ ഉണ്ട് ആശ ട്രേഡേഴ്സിൻ്റെ. അത് പറയാം നമുക്ക്. ആശ ട്രേഡേഴ്സ് അഡ്വർടൈസ്മെൻറ്റിനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസായിട്ട് 2 ലക്ഷം രൂപ ചിലവഴിച്ചു. അത് 1 January 2018 2018 January 1 എക്സ്പെൻസസ് വന്നിട്ടുള്ളത്. അതിൻ്റെ ബെനിഫിറ്റ് 10 വർഷം. ഇതിൻ്റെ ഗുണം നമുക്ക് 10 years, അതായത് ഈ അഡ്വർടൈസ്മെൻറ്റ് 10 വർഷം നിലനിൽക്കും എന്നുള്ളതാണ്. 10 വർഷത്തേക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നു. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യണം, പാസ് നെസസറി ജേർണൽ എൻട്രി ഫോർ ദ എബോവ്
ആൻഡ് ഷോ ഹൗ അഡ്വർടൈസ്മെൻറ്റ് വിൽ ഷോ ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ആശ ട്രേഡേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതുക. മാത്രമല്ല ഫൈനൽ അക്കൗണ്ടിൽ ഇതെങ്ങനെയാണ് അപ്പിയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. സാധാരണ ഇത്തരം എക്സ്പെൻസസിന് ഇതൊരു റവന്യൂ നേച്ചറുള്ള എക്സ്പെൻഡിച്ചറാണ്. മനസ്സിലായല്ലോ? പക്ഷേ റവന്യൂ നേച്ചറുള്ള എക്സ്പെൻഡിച്ചറിനെ കുറേ വർഷക്കാലത്തേക്ക് അല്ലെങ്കിൽ ഒന്നിലധികം വർഷത്തിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആവുമ്പോൾ അത്തരം എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വരുന്ന വന്നിട്ടുള്ള ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ 10 വർഷം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള കാരണത്താൽ ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാം, ഇതൊരു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ഇത്. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് എങ്ങനെയാണ് ജേണലൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിന് മുൻപായിട്ട് സാധാരണ ഇത്തരം എക്സ്പെൻഡിച്ചർ വരുന്ന സമയത്ത് ചെയ്യുന്നൊരു യൂഷ്വൽ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ ഈ എക്സ്പെൻസസിനെ സാധാരണ അതിൻ്റെ ലൈഫ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യും. 10 വർഷമാണ് ലൈഫ്. 10 വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ എത്ര കിട്ടിയത്? 20,000 ആണ്. ഈ 20,000 എല്ലാ വർഷവും റൈറ്റ് ഓഫ് ചെയ്യും P&L അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അതായത് ഈ എക്സ്പെൻസ് ആദ്യത്തെ വർഷം തന്നെ P&L അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യത്തെ വർഷം തന്നെ 2 ലക്ഷം രൂപ ഡെബിറ്റ് ചെയ്യില്ല. കാരണം ആദ്യത്തെ വർഷം തന്നെ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജ് ലോസ് സംഭവിക്കും. അപ്പം അതിനുവേണ്ടി ഇത്തരം ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ എന്ത് ചെയ്യും? അതിൻ്റെ ലൈഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും അങ്ങനെ കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്യും? ഓരോ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് ആണ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? റൈറ്റ് ഓഫ് ചെയ്യാം. മനസ്സിലായല്ലോ? എല്ലാ വർഷവും അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് 20,000 രൂപ റൈറ്റ് ഓഫ് ചെയ്യും. ആദ്യത്തെ വർഷം 20,000 രൂപ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 1,80,000 ബാക്കി ഉണ്ടാവും. അത് എവിടെ മെയിൻറ്റെയിൻ ചെയ്യും? അത് ബാലൻസ് ഷീറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യും. എന്താണ്? ഡെഫേർഡ് അഡ്വർടൈസ്മെൻറ്റ്, ഡെഫേർഡ് എന്ന് പറഞ്ഞ് അതവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതാണ് സാധാരണ ചെയ്യുന്നൊരു പ്രൊസീജിയർ. അടുത്ത വർഷം വീണ്ടും 20,000, അങ്ങനെ 10ാമത്തെ വർഷമാകുമ്പോൾ ഈ എമൗണ്ട് ഫുള്ളായിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കഴിയും. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇനി നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാം. ആദ്യം തന്നെ എങ്ങനെ ഞാനിവിടെ ജേണലൈസ് ചെയ്യാൻ വേണ്ടി വരച്ചിട്ടൊന്നുമില്ല, എങ്കിലും നമുക്ക് സാധാരണ പോലെ എഴുതാം. 2 ജേണൽ എൻട്രിയാണ് ഇപ്പോൾ വരുള്ളൂ. ഒന്ന് അഡ്വർടൈസ്മെൻറ്റിന് പൈസ കൊടുക്കുന്നു, അതിന് ഇപ്പോൾ ഡേറ്റ് കോളം ഇതാണെങ്കിൽ 2018 January 1 അല്ലേ? ആദ്യം ഒരു എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ചെയ്ത് എങ്ങനെയാണ്? അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ, ഡെബിറ്റ് കോളത്തിൽ 2 ലക്ഷം. 2 നമ്മൾ എന്താണ് പണം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ടു ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് കോളം. നരേഷൻ എഴുതാം. being advertisement expense പെയ്ഡ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് മെയ്ഡ് അങ്ങനെ പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ഇതാണ് ആദ്യത്തെ ജേണൽ എൻട്രി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ജേണൽ എൻട്രി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രി ഈ വർഷം അവസാനം എന്ന് പറയുന്നത് 31st ഡിസംബർ 2018 എഴുതേണ്ട കാര്യമില്ല, നേരത്തെ എഴുതിയിട്ടുള്ള കാരണമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രി 2018 ഡിസംബർ 31 അതെന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ടു അഡ്വർടൈസ്മെൻ്റ് എന്ന് എഴുതും അല്ലേ? അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി വരിക? ജേണൽ എൻട്രി വരിക ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ്? നേരത്തെ പറഞ്ഞ ഈ എമൗണ്ട്. ഇത് മാത്രമാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണുള്ളൂ. ടു അഡ്വർടൈസ്മെൻ്റ് അക്കൗണ്ട്.
അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് എത്രയാണ്? 20,000. നരേഷൻ നമുക്ക് എഴുതാം. എന്താണ്? 1/10 portion of advertisement expenses transferred to profit and loss account. പല രീതിയിൽ എഴുതാം. 1/10 എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്, പല രീതിയിൽ എഴുതാം. ഇതാണ് ജേണൽ എൻട്രി വരുള്ളൂ. ഇനിയുള്ള ജേണൽ എൻട്രി അടുത്ത വർഷമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 31 ഡിസംബർ 2019 ഇതേ ജേണൽ എൻട്രി തന്നെ വരും. മനസ്സിലായല്ലോ? അങ്ങനെ 10 വർഷം വരും. ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും അതെങ്ങനെയാണ് ജേണലൈസ് ചെയ്യാമെന്നും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാനിപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതെങ്ങനെയാണ് P&L അക്കൗണ്ടിൽ വരിക എന്നുള്ളതാണ്, ബാലൻസ് ഷീറ്റിൽ വരിക. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇപ്പോൾ ഇതാണ് P&L അക്കൗണ്ട് എന്ന് വിചാരിക്കുക. P&L അക്കൗണ്ട് ഇതാണെന്ന് വിചാരിക്കുക. ഇത് ബാലൻസ് ഷീറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് വരിക? 2 അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര വരും? 20,000 വരും. കാരണം എന്താ? 1/10 മാത്രമേ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ 31/12/2018. ഇവിടെയും അതെ, 31/12/2018. ഇതിൽ വേറെ ഒന്നുമില്ല. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 20,000 റുപ്പീസേ വരുള്ളൂ, വേറെ ഒന്നും തന്നെ അവിടെ വരില്ല. ഇനി ബാലൻസ് ഷീറ്റിൽ വരുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റിൽ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം? അഡ്വർടൈസ്മെൻറ്റ് ഡെഫേർഡ് എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് ഇവിടെ എഴുതുന്നതിന് പകരം അങ്ങനെ മൈനസ് ചെയ്ത് എഴുതുന്നതിന് പകരം ഇന്നർ കോളത്തിൽ എഴുതാമല്ലോ. 20,000. 1,80,000 പുറത്ത് കൊടുക്കും. അടുത്ത വർഷം 2019 1,80,000 നിന്ന് 20 കുറച്ച് 1,60,000 വരും. ഇങ്ങനെ 10ാമത്തെ വർഷം ഈ അഡ്വർടൈസ്മെൻറ്റ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ക്ലോസ് ആയി പോകും. 10 വർഷം കൊണ്ട് ആ എമൗണ്ട് എന്ത് ചെയ്യും? റൈറ്റ് ഓഫ് ചെയ്യും. ഇത്തരം എക്സ്പെൻഡിച്ചറിനെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടാവില്ല ചിലപ്പോൾ തരുന്നുണ്ടാവുക. ഒരു എക്സ്പെൻസ് പറയും, അതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറയും. റൈറ്റ് ഓഫ് ചെയ്യാൻ പറയുമ്പോൾ റൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്ന എമൗണ്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ ആ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതി റൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്ന എമൗണ്ട് കുറച്ച് ബാക്കിയുള്ള ഔട്ടർ കോളത്തിലേക്ക് കൊടുക്കുക കേട്ടോ. ഇത്രയാണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്. ഇത് എളുപ്പമാണ്, അത്ര വലിയ ടഫായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് ആണ്. കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ചില കേസുകളിൽ മാനേജേഴ്സിന് പ്രോഫിറ്റിൻ്റെ, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കേസസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് മാനേജേഴ്സിന് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും കൂടുതൽ പ്രോഫിറ്റ് സ്ഥാപനത്തിന് ഉണ്ടാക്കി കൊടുക്കാനും ഉള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്ന പേര് പറയുന്ന പോലെ തന്നെ എന്താണ്, അതൊരു മോട്ടിവേഷനാണ്. ആർക്ക്? മാനേജേഴ്സിന്. എന്ത് പ്രൊമോട്ട് ചെയ്യാൻ, എന്ത് കൂട്ടുന്നതിന് വേണ്ടി? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അത് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ ഇൻസെൻറ്റീവ് ടു മാനേജേഴ്സ് ടു വർക്ക് ഹാർഡ് ഫോർ, അല്ലെങ്കിൽ എന്താണ്, ടു ഇംപ്രൂവ് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി മാനേജേഴ്സിന് കൊടുക്കുന്ന ഒരു ഇൻസെൻറ്റീവാണ് എന്തെന്ന് പറയുന്നത്? കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ കമ്മീഷൻ ഓൺ പ്രോഫിറ്റിൻ്റെ ഒരു പ്രത്യേകത, പ്രോഫിറ്റ് കണ്ടതിന് ശേഷമാണ് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, പ്രോഫിറ്റ് റഫായിട്ട് കണ്ടതിന് ശേഷമാണ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ബോർഡിൽ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് നോക്കാം നമുക്ക്. കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് മാനേജേഴ്സ് കമ്മീഷൻ. മാനേജേഴ്സ് കമ്മീഷൻ, മാനേജേഴ്സ് കമ്മീഷൻ, കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് ഓർ മാനേജേഴ്സ് കമ്മീഷൻ. ആദ്യം ഇതെങ്ങനെ കാണും എന്നുള്ളതാണ്. എങ്ങനെയാണ് മാനേജേഴ്സ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ, നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണുക എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അല്ലേ? നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ എവിടേക്ക് എടുക്കുന്നത്? നമ്മുടെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ മുകളിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് ഒരു എമൗണ്ട്, ഇവിടെ സാലറീസ്, കമ്മീഷൻ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ എക്സ്പെൻസുകളൊക്കെ ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സാധാരണ പി ആൻഡ് എൽ അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസും എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ലൈൻ എഴുതാൻ ഏറ്റവും താഴെയുള്ള ഐറ്റം എഴുതിയിട്ട് ഒരു ലൈൻ എഴുതാൻ സ്പേസ് വിട്ടിട്ട് വരയ്ക്കാനാണ് ഞാൻ എപ്പോഴും പറയുന്നത് അല്ലേ? ഇവിടെ ഇപ്പോൾ അതല്ല, ഒരു 2 ഐറ്റം എഴുതാനുള്ള സ്പേസ് വിടുക. എന്താ ഇവിടേക്ക് ഇറക്കി വരയ്ക്കുക. താഴെ ഏറ്റവും താഴെ എഴുതിയത് എവിടെയാണോ അവിടെ നിന്ന് 2 ഐറ്റം എഴുതാനുള്ള സ്പേസ് വിട്ട് വരയ്ക്കുക. എന്നിട്ട് സാധാരണ കാണുന്ന പോലെ തന്നെ ടോട്ടൽ ചെയ്യുക. ഇവിടെയാണ് ടോട്ടൽ കൂടുതലെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ 50,000 ആണെന്ന് വിചാരിച്ചു. ആ 50,000 ഇവിടെ എഴുതി. 50,000 ഇവിടെ എഴുതി. നമുക്കിവിടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എഴുതരുത്. പ്രോഫിറ്റ് ഇവിടെ 40,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രോഫിറ്റ് 10,000 ആണ് വരിക. ആ 10,000 ഇവിടെ എഴുതരുത്. നമ്മളിത് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നുമില്ല കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് 10,000 ആണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും റഫായിട്ട് നമ്മുടെ വർക്കിംഗ് നോട്ടിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. 10,000 ആണ് എൻ പി 10,000 ആണ്. ഈ എൻ പി എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ല, നോഷണൽ പ്രോഫിറ്റ്. അതായത് നമ്മളിപ്പോഴും റിയൽ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടില്ല. നോഷണൽ പ്രോഫിറ്റ്, മറ്റേ നെറ്റ് പ്രോഫിറ്റ്. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് റിയൽ പ്രോഫിറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനി അപ്പോൾ എല്ലാ ഐറ്റംസും എഴുതി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നെറ്റ് പ്രോഫിറ്റ് മാത്രമേ എഴുതാവുള്ളൂ. ഈ അവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനേജേഴ്സ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് എഴുതുന്നത്. എന്നിട്ട് ആദ്യത്തെ ഐറ്റമായിട്ട് ഇവിടെ 2 ഐറ്റം എന്ന് പറഞ്ഞില്ലേ, അതിലൊരു ഐറ്റം എന്താണ്? കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്. കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്. എന്നിട്ട് ബ്രാക്കറ്റിൽ 10,000 ഇൻറ്റു 5% വിചാരിക്കുക. 10,000-ൻ്റെ 5%, 1000-ൻ്റെ പകുതി എത്ര? 500. അപ്പോൾ നമ്മളതിവിടെ എഴുതി 500 എഴുതി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? ബാക്കി 9,500 രൂപയാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് അല്ലേ? ഈ 10,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്, നോഷണൽ പ്രോഫിറ്റ്. അതിൽ നിന്ന് 500 രൂപ കമ്മീഷൻ കുറച്ചാൽ 9,500 രൂപയാണ് പ്രോഫിറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ഐറ്റമാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് 9,500. അതാണ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. ഇങ്ങനെയാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയാം. കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ മുകളിലാണ് കാണുക? ഈ പേരിൽ തന്നെ പറയുന്നുണ്ട്, പ്രോഫിറ്റിൻ്റെ മുകളിലാണ് കാണുക. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മാനേജേഴ്സ് കമ്മീഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പി ആൻഡ് എൽ അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസും എഴുതിയിട്ട് ബാലൻസ് ചെയ്യണം.
അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ബാലൻസിങ് ഫിഗർ ഇവിടെ എഴുതാൻ പാടില്ല. കാരണം എന്താ, ബാലൻസിങ് ഫിഗർ 10,000 ആണെന്ന് വിചാരിക്കുക. ആ 10,000 നമുക്ക് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയാം. കാരണം ഒരു ഐറ്റം കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് അല്ലേ. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, 10,000-ൻ്റെ എങ്ങനെയാണ് പറയുന്നത്, നോഷണൽ പ്രോഫിറ്റ് അല്ലേ. ഞാൻ ഇവിടെ പറയാം, നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കമ്മീഷൻ വരെയുള്ള അതുവരെയുള്ള എല്ലാ എക്സ്പെൻസും എഴുതിയതിന് ശേഷം കിട്ടുന്ന പ്രോഫിറ്റാണ് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100. ഇതാണ് നമ്മൾ 5% വെച്ച് ഇവിടെ അപ്ലൈ ചെയ്തത്. 10,000 ഇൻറ്റു 5/100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 500 കിട്ടി. ആ 500 കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ 500 എഴുതി ബാലൻസ് ചെയ്തു 9,500. ഇങ്ങനെയാണ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ 2 തരത്തിൽ കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് കമ്മീഷൻ തരും. ഒന്ന് നമ്മളോട് പറയുന്നതാണ് മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, കമ്മീഷൻ ചാർജ് ചെയ്യാത്ത എമൗണ്ടിൻ്റെ മുകളിലാണ് നമുക്ക് എന്ത് കാണേണ്ടത്. ഇവിടെ കമ്മീഷൻ ചാർജ് ചെയ്തിട്ടില്ല. കമ്മീഷൻ ചാർജ് ചെയ്യാത്ത എമൗണ്ടാണ് 10,000. 10,000-ൽ എന്തില്ല, കമ്മീഷൻ ഇല്ല. ഈ പ്രോഫിറ്റ് വിത്തൗട്ട് കമ്മീഷനാണ്. അപ്പോൾ ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ചാർജ് ചെയ്യാത്ത എമൗണ്ടാണ് 10,000. ഇനി ആഫ്റ്റർ ചാർജിങ്, അങ്ങനെയാണ് ആദ്യത്തെ. ആഫ്റ്റർ നമുക്ക് പിന്നീട് പറയാം. ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഉപയോഗിക്കും, ഇത് തന്നെ. എന്താണ്, നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. ഇനി രണ്ടാമത്തെ ഒരു സെക്ഷൻ ഉണ്ട്, എന്താണ്, ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, ഈ നമുക്ക് കിട്ടിയിട്ടുള്ള 10,000 എന്ന് പറയുന്നത് എന്താണ്, ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷനാണ്. കമ്മീഷൻ കൂടി ഉൾപ്പെടുന്ന എമൗണ്ട് ആണോ, കമ്മീഷൻ കൂടി ചാർജ് ചെയ്തതിന് ശേഷമുള്ള, അല്ലെങ്കിൽ എന്താണ്, കമ്മീഷൻ കൂടി ചാർജ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് എന്നുള്ള അസംഷനിലാണ്. അത്തരം കേസുകളിൽ നമ്മൾ ചെയ്യുന്നു ആഫ്റ്റർ സച്ച് കമ്മീഷൻ എന്നുള്ള കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100+%. ഒന്നുകൂടി പറയാം, ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100+%. ദെൻ അത്തരം കേസുകളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇവിടുത്തെ നോഷണൽ പ്രോഫിറ്റ് 10,000 ആണ്. 10,000 ഇൻറ്റു 5/105. 10,000 ഇൻറ്റു 5/105 അങ്ങനെയാണ് കിട്ടുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വരുന്നത് 476 രൂപയാണ്. ഇവിടുത്തെ കമ്മീഷൻ വരുന്നത് എത്രയാണ്, 476 ആണ് അല്ലേ. അപ്പോൾ അത് എവിടെ നിന്ന് കുറയ്ക്കുക, 10,000-ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 9,524. 9,524 അങ്ങനെ വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ബിഫോർ ചാർജിങ് അല്ലെങ്കിൽ ചാർജിങ് സച്ച് കമ്മീഷൻ എന്നുള്ള ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്നുള്ള കേസ് വരികയാണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുക. ദെൻ ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് പറയുകയാണെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100+% എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെറ്റ് പ്രോഫിറ്റ് ചാർജ് ചെയ്യുന്നത്. ദെൻ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ഓർ ഡാമേജ്ഡ് ബൈ ഫയർ ഓർ ആക്സിഡൻസ്. അതായത് നമ്മുടെ ബിസിനസ്സിലെ സ്റ്റോക്ക് തീപിടുത്തം മൂലമോ ആക്സിഡൻസ് മൂലമോ നശിച്ചു പോവുക. ആ സമയത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
അത്തരം സ്റ്റോക്ക് നശിച്ചു പോയാൽ ആ സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റ് എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ യാതൊരു മാറ്റവും എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ആ സ്റ്റോക്കിൻ്റെ എമൗണ്ട് ലോസ് വന്നിട്ടുള്ള സ്റ്റോക്കിൻ്റെ എമൗണ്ട് മുഴുവനായിട്ട് ക്രെഡിറ്റ് ചെയ്യാം. ഇനി ആ എമൗണ്ട് നമ്മൾ ലോസ് ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടി, ലോസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത്. ആ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് 2 കണ്ടീഷൻസ് വരാം. ഒന്ന്, ഈ സ്റ്റോക്ക് നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കാം, അല്ലേ? ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാവാം? ചിലപ്പോൾ ഇൻഷുറൻസ് ഫുള്ളായിട്ട് കിട്ടാം, ചിലപ്പോൾ ഇൻഷുറൻസ് പകുതിയായിട്ട് ലഭിക്കാം. ഫോർ എക്സാമ്പിൾ 10,000 റുപ്പീസിൻ്റെ സ്റ്റോക്ക് ലോസ് വന്നു എന്ന് വിചാരിക്കാം. 10,000 രൂപയുടെ സ്റ്റോക്ക് ലോസ് വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഇൻഷുർ ചെയ്തിട്ടുള്ള അതനുസരിച്ച് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുക 5,000 രൂപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഒന്നുകൂടി പറയുന്നു. 10,000 റുപ്പീസിൻ്റെ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തപ്പോൾ നമുക്ക് ക്ലെയിമായിട്ട് അലൗ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് 5,000 ആണ്. അതിൻ്റെ പകുതിയാണ്. കാരണം ടോട്ടൽ സ്റ്റോക്കിൻ്റെ പകുതിയായിരിക്കാം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ 10,000 രൂപയുടെ സ്റ്റോക്ക് നമുക്ക് ലോസ് വന്നു. അപ്പോൾ ആ 10,000 രൂപ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക? പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. എത്രയാണ്? ആക്ച്വൽ ലോസ് ആയിട്ടുള്ള 5,000 മാത്രം ഡെബിറ്റ് ചെയ്യാം. പിന്നെ ബാലൻസ് ഷീറ്റിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് ലഭിക്കാനുള്ള, റിസീവ് ചെയ്യാനുള്ള ക്ലെയിം നമ്മുടെ അസറ്റ് സൈഡിൽ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറഞ്ഞ് 5,000 റുപ്പീസ് കാണിക്കുക. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്താണ്? 10,000 രൂപ ലോസ് വന്നിട്ട് നമുക്ക് ക്ലെയിമായിട്ട് 10,000 രൂപ മുഴുവനായിട്ടും കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് ചെയ്യുന്ന ജേർണൽ എൻട്രി ഒഴിവാക്കാം. അതിന് പകരം ട്രേഡിംഗ് അക്കൗണ്ടിൽ 10,000 ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ ഇൻഷുറൻസ് ക്ലെയിം റിസീവബിൾ എന്ന് പറഞ്ഞ് 10,000 കാണിച്ചാൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ് മുഴുവനായിട്ടും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇനി അതിൻ്റെ ജേർണൽ എൻട്രീസ് ഒക്കെ ഉണ്ട്. ജേർണൽ എൻട്രി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആദ്യത്തെ ജേർണൽ എൻട്രി എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് ഡാമേജ്ഡ് ഓർ ലോസ്റ്റ് അക്കൗണ്ട്. അത് എന്താണെങ്കിലും ആദ്യത്തെ എന്നല്ല, നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ലോസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ജേർണൽ എൻട്രി ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ജേർണൽ എൻട്രി ഗുഡ്സ് ഡാമേജ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇത് നമുക്ക് ബോർഡിൽ വേണമെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ആണ്. ഫയർ ഓർ ആക്സിഡൻസ്, ഇതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുകയാണ് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറഞ്ഞിട്ട് റുപ്പീസ് 10,000 എന്ന് പറഞ്ഞിരിക്കുകയാണ്. 10,000 രൂപയുടെ സ്റ്റോക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമ്മളോടിപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ സെപ്പറേറ്റ് എഴുതാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുകയാണ് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ റുപ്പീസ് 10,000. ഇങ്ങനെ മാത്രം പറയുകയാണെങ്കിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? നമുക്കിവിടെ വരയ്ക്കാം. ട്രേഡിംഗ് അക്കൗണ്ട്, ഇതിനൊരു പോർഷൻ ഇല്ലാത്ത കാരണം കൊണ്ട്, മുഴുവൻ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനിവിടെ പി ആൻഡ് എൽ അക്കൗണ്ട്, ഇവിടെ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ
ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ബൈ സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറഞ്ഞ് 10,000 ഇവിടെ എഴുതുക. എഴുതാം. പിന്നെ എന്ത് ചെയ്യാം? ഈ 10,000 നമുക്ക് വേറെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഇത് മുഴുവനായിട്ടും നമുക്ക് ലോസ് സംഭവിച്ചു എന്നാണ് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ടു സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറഞ്ഞ് 10,000 രൂപ എഴുതുക. ലോസ് ഫുള്ളായിട്ട് കാണിച്ചു. ഇവിടേക്ക് വേണ്ട, ബാലൻസ് ഷീറ്റിലേക്ക് ഒരു എൻട്രി ഇല്ല, കഴിഞ്ഞു. ഇതാണ് ഇങ്ങനെ മാത്രം തന്നാലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കണ്ടീഷൻ പറയാണ്. ഇതന്നെ, ഇതേ സെയിം കണ്ടീഷൻ. സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ₹10,000. ഇതെന്താണ്? ഇൻഷുറൻസ് ക്ലെയിം. ഇൻഷുറൻസ് ക്ലെയിം റിസീവബിൾ ₹5,000 എന്ന് പറയണം. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ₹10,000 ഉണ്ട്. അതിൻ്റെ കൂടെ ഇൻഷുറൻസ് ക്ലെയിം റിസീവബിൾ ₹5,000 എന്നുകൂടി പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ എന്താണ്? സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറയുന്നത് ഏതുപോലെ തന്നെ 10,000 തന്നെ എഴുതുക. കാരണം എന്താ? നമുക്ക് സെക്കൻഡ് കേസിലും 10,000 തന്നെ സ്റ്റോക്ക് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മാറ്റില്ല, 10,000 തന്നെ. അപ്പോൾ ആ 10,000 നമ്മളിവിടെ എഴുതി. ഇവിടെ സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് എഴുതിയിട്ടുള്ള ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റിയൽ ലോസ് ഇവിടെ 10,000 എഴുതുക. ഇവിടെ 10,000 എഴുതുക. ലെസ് ഇൻഷുറൻസ് ക്ലെയിം എത്രയാണ്? 5,000. റിയൽ ലോസ് മാത്രം ഡെബിറ്റ് ചെയ്യുക P&L അക്കൗണ്ടിൽ. അപ്പോൾ എന്താണ്? 10,000 രൂപയാണ് നമുക്ക് ലോസ് സംഭവിച്ചത്, അത് ക്രെഡിറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റ് കേസിൽ യാതൊരു മാറ്റവും. സെക്കൻഡ് കേസിൽ 10,000 ആണ് നമ്മുടെ ലോസ്, പക്ഷേ നമുക്ക് 5,000 റിസീവബിൾ ആണ്, നമുക്ക് ലഭിക്കും, ക്ലെയിം ചെയ്തിട്ടുണ്ട്, അത് ക്ലെയിം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 5,000 കുറച്ച് ആക്ച്വൽ ലോസ് 5,000 ആണ്. ഇനി ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ എന്താണ്? ഇതാണ് അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ എന്താണ്? ഇൻഷുറൻസ് ക്ലെയിം. ഇൻഷുറൻസ് ക്ലെയിം എത്രയാണ്? 5,000 നമ്മൾ അസറ്റായിട്ട് കാണിക്കണം. ഇതാണ് രണ്ടാമത്തെ കേസിൽ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ കേസ്, തേർഡ് കേസ് ഇതന്നെ, ₹10,000 തന്നെ. ഇൻഷുറൻസ് ക്ലെയിം എത്രയാണ്? 10,000 ഫുള്ള്. അതായത് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ₹10,000 ആൻഡ് ഇൻഷുറൻസ് ക്ലെയിം റിസീവബിൾ ₹10,000. 10,000 രൂപയുടെ നഷ്ടം ഉണ്ടായി. പക്ഷേ ആ 10,000 രൂപയുടെ നഷ്ടം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇൻഷുറൻസ് ക്ലെയിമിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം നഷ്ടമൊന്നുമില്ല എന്നാണ്, അല്ലേ? ലോസ് സംഭവിച്ച് മുഴുവൻ എന്തായിട്ട് കിട്ടുന്നു? ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് കിട്ടുന്നു. അപ്പോൾ എന്ത് വേണ്ട? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ജേണൽ എൻട്രി വേണ്ട. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് 5,000 പകരം 10,000 നമുക്ക് റിസീവ് ചെയ്യും. ഇങ്ങനെ 3 ടൈപ്പിൽ സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഓർ ആക്സിഡൻസ് നമുക്ക് ഡീൽ ചെയ്യാം. ജേണൽ എൻട്രി എന്താണ്? ഒന്നാമത്തെ ജേണൽ എൻട്രി എന്താ? സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇത് ബൈ സൈഡിലാണ്. ഇത് ആലോചിച്ചാൽ മതി. P&L അക്കൗണ്ടിൽ ജേണൽ എൻട്രി വരുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കേസ് ആണെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു എന്താണ്? ടു സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ, ദെൻ ടു ഇൻഷുറൻസ് ക്ലെയിം റിസീവബിൾ 5,000. ഇത്രയാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് ആണെങ്കിൽ ഇത് മാത്രമേ വരുള്ളൂ. മറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്ര വലിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, എങ്കിലും സാധാരണ വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് പഠിച്ചിരിക്കേണ്ടതാണ്. 2-3 ടൈപ്പിൽ വന്നാലും അതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.
നെക്സ്റ്റ് ഐറ്റം ഈസ് ഗുഡ്സ് സെൻഡ് ഫോർ അപ്രൂവൽ ആൻഡ് ഇൻ ട്രാൻസിറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ അപ്രൂവൽ ബേസിസിൽ ചില സമയത്ത് എന്ത് ചെയ്യും, ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു കസ്റ്റമേഴ്സിന്. അപ്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദേ അപ്രൂവ് ബിഫോർ ദ ഡേറ്റ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറ്റ് വിൽ ബിക്കം സെയിൽ. അതായത് അവർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനുള്ളിൽ അവർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് സെയിലായിട്ട് ട്രീറ്റ് ചെയ്യും. നോ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഇൻ സച്ച് എ കേസ്. അപ്പോൾ അത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളെന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനം കസ്റ്റമേഴ്സിന് ഗുഡ്സ് ഫോർവേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു. അത് ഏത് ബേസിലാണ്? അത് അപ്രൂവൽ ബേസിസിലാണ്, അല്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്. ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന സ്റ്റേജിലാണ്. അപ്പോൾ അപ്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇത് കസ്റ്റമർ വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അവർ ആക്സെപ്റ്റ് ചെയ്യണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിനുള്ളിൽ അവർ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നോ ഫർദർ ജേർണൽ എൻട്രി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ്. ഒരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല. അതേസമയം അവർ അതിനുള്ളിൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അവരുടെ അപ്രൂവൽ ആ ഡേറ്റിന് മുൻപ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അപ്രൂവൽ റിജക്റ്റ് ചെയ്യാൻ വേണമെന്നില്ല, അപ്രൂവൽ കിട്ടിയില്ല, ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അപ്രൂവല് പെൻഡിങ് അപ്രൂവലൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യേണ്ടി വരും, അതിനെ ഒരു ജേർണൽ എൻട്രി എഴുതേണ്ട 1-2 ജേർണൽ എൻട്രീസ് വേണ്ടി വരും. ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ്. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് സെയിൽസ് പ്രൈസിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതായത് സെയിൽസ് പ്രൈസിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അത് ഡെപ്റ്റേഴ്സിൽ നിന്ന് സെയിൽസിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ അപ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ ഡെപ്റ്റേഴ്സിൽ ഇത് കയറി കിടക്കാൻ പാടില്ല, സെയിൽസിലും ഈ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ നിന്ന് രണ്ടിൽ നിന്നും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. ഇത് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിലും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും എന്ത് വരേണ്ടതുണ്ട്, ഈ എമൗണ്ട് വരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സാമ്പിൾ ബേസിസിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമ്പിൾ ഞാൻ വായിക്കാം. എ ബിസിനസ് കൺസേൺ സെൻഡ് ഗുഡ്സ് വർത്ത് ₹20,000 to one of its customers on sale or return basis and has included this amount in the sales. The customer has not intimated his approval before the close of the accounting year. The price of goods includes a profit of 20% on sales. Pass the necessary journal entries to adjust the above transaction in the accounts. അപ്പോൾ ഇവിടെ പറഞ്ഞത് കുട്ടികൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. 20,000 രൂപയുടെ സെയിൽ നടന്നു, പക്ഷേ അത് സെയിലെന്ന് പറയാൻ പറ്റില്ല. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ അപ്രൂവൽ ബേസിസിലാണ്. പക്ഷേ അദ്ദേഹം നമ്മുടെ കസ്റ്റമർ ഇത് അപ്രൂവ് ചെയ്തില്ല. അപ്പോൾ അപ്രൂവ് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വ്യക്തമായിട്ടുള്ള എൻട്രീസ് പാസ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഇതിൽ ഈ 20,000-ൽ 20% പ്രോഫിറ്റ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ബോർഡിൽ ജേർണൽ എൻട്രി ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ക്വസ്റ്റ്യനിൽ 20,000 റുപ്പീസിൻ്റെ സെയിൽസാണ് അപ്രൂവൽ ബേസിസിൽ നടത്തിയിട്ടുള്ളത്. അതിന് അപ്രൂവൽ വന്നിട്ടില്ല. അപ്പോൾ എന്തൊക്കെ ജേർണൽ എൻട്രി എഴുതാമെന്നുള്ളതാണ്. ആദ്യത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്യാൻസൽ ചെയ്യുന്ന, അതായത് സെയിലായിട്ട് ഉള്ള ആ എൻട്രി ക്യാൻസൽ ചെയ്യുന്ന ഒരു ജേർണൽ എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. അതിന് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞോളൂ, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ. ഇത് നമ്മൾ സെയിൽസ് പ്രൈസിലാണ് എഴുതുക. 20,000 to ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് 20,000. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ഇതാണ് ആ ജേർണൽ എൻട്രി. മനസ്സിലായല്ലോ. ഇത് ക്യാൻസൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ അപ്രൂവൽ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യുന്ന ഒരു ജേർണൽ എൻട്രിയാണിത്.
അല്ലെങ്കിൽ എന്താണ് ബീയിങ് ക്യാൻസൽ ദ സെയിൽ. രണ്ടാമത്തെ ജേർണൽ എൻട്രി എഴുതേണ്ടത് നമുക്കറിയാം, അത് ഏതിലാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസിലാണ്. സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജേർണൽ എൻട്രി ആണത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് പ്രൈസിൽ എഴുതണം. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ 20,000 ആണ് സെല്ലിംഗ് പ്രൈസ്. ഇതിലെ 20% ആണ് പ്രോഫിറ്റ്. അപ്പോൾ 2000 10%, 2000 4,000 രൂപയാണ് പ്രോഫിറ്റ് വരിക. 4,000 കുറയ്ക്കുമ്പോൾ 16,000 രൂപ ആണ് നമ്മുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്. അതിലാണ് എഴുതേണ്ടത്. ഇത് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ 16,000 ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇത് അറിയാലോ, ട്രേഡിംഗ് അക്കൗണ്ടിൽ ബൈ സൈഡിലാണ് ഈ ജേർണൽ എൻട്രി വരിക. സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ജേർണലൈസ് ചെയ്യാൻ നരേഷ് എഴുതാൻ വേണ്ടി ബീയിങ് സ്റ്റോക്ക് റിവേഴ്സ്ഡ് എന്നോ അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ളത് ടു ബ്രോട്ട് ദ ഗുഡ്സ് ലൈങ് വിത്ത് ദ കസ്റ്റമർ ഇൻ ടു സ്റ്റോക്ക് എന്നാണ്. ബീയിങ് the goods reversed to stock. Being the goods reversed to stock. സ്റ്റോക്കിലേക്ക് തന്നെ റിവേഴ്സ് ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് ഏകദേശം ജേർണൽ എൻട്രി ഓർമ്മ വരും. ട്രേഡിംഗ് അക്കൗണ്ടിൽ ബൈ സൈഡിൽ സ്റ്റോക്ക് എന്നുള്ള കാര്യമൊക്കെ ഓർമ്മ വരും നമുക്ക്. പക്ഷേ ഇത് കോസ്റ്റ് പ്രൈസിലും ഇത് സെയിൽസ് പ്രൈസിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ള ടോപ്പിക്ക്. ബാക്കിയുള്ള അടുത്തൊരു 1-2 അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.